ഫ്രണ്ട്സ്, 6ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും ഹിന്ദി ഹബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊരു കഥ പഠിച്ചിട്ടുണ്ടല്ലേ, ഒരു കങ്കാരുവിൻ്റെ കഥ. എന്തായിരുന്നു ആ കഥയുടെ പേര്? രൂരു എന്നായിരുന്നു പേര്. അപ്പോൾ രൂരു എന്ന പാഠഭാഗത്തിലെ കുറച്ച് ആക്ടിവിറ്റീസ്, ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസും ആക്ടിവിറ്റീസുമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കൂട്ടുകാർ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. കൂടെ ആ ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് വെക്കുക. അങ്ങനെയാണെങ്കിൽ കൂട്ടുകാർക്ക് എല്ലാ വീഡിയോസും ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് എത്തുന്നതായിരിക്കും. നമുക്ക് നോക്കിയാലോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ജേബ് സെ സിർ ബാഹർ നിക്കാൽനെ പർ രൂരുനെ ക്യാ ക്യാ ദേഖേ ഹോംഗെ. അപ്പോൾ ജേബ് എന്ന് വെച്ചാൽ എന്താ? സഞ്ചിയാണ് അല്ലേ. കങ്കാരുവിൻ്റെ സഞ്ചിയിലാണ് കുട്ടികളെ ഇട്ടിട്ട് നടക്കുന്നത്. അപ്പോൾ ആ സഞ്ചിക്കാണ് ജേബ് എന്ന് പറയുന്നത്. സിർ എന്ന് വെച്ചാൽ എന്താ? തല അല്ലേ. തല എന്ത് ചെയ്തു? സിർ ബാഹർ നിക്കാൽനെ പർ, തല പുറത്തെടുത്ത് നോക്കിയപ്പോൾ രൂരുനെ ക്യാ ക്യാ ദേഖേ ഹോംഗെ, രൂരു എന്തൊക്കെ കാഴ്ചകളാണ് കണ്ടിട്ടുണ്ടാവുക എന്നാണ് ക്വസ്റ്റ്യൻ. നമുക്ക് ആൻസർ നോക്കിയാലോ. രൂരുനെ ജബ് ജേബ് സെ സിർ ബാഹർ നിക്കാൽ കർ ദേഖാ തോ അനേക പേട് പൗധേ കോ ദേഖാ. രൂരുനെ അല്ലേ, രൂരു എന്ത് ചെയ്തു? ജേബ് സെ എന്താ, സഞ്ചിയിൽ നിന്നും സിർ ബാഹർ നിക്കാൽക്കർ, തല പുറത്തെടുത്തിട്ട് ദേഖാത്തോ നോക്കിയപ്പോൾ അനേക് എന്ന് വെച്ചാൽ അനേകം, ധാരാളം, പേട് പൗധോങ്കോ ദേഖ, എന്താ കാണുന്നത്? കുറേ അധികം പേട് പൗധ എന്ന് വെച്ചാൽ സസ്യങ്ങൾ അല്ലേ, വൃക്ഷലതാദികൾക്കാണ് പേട് പൗധ എന്ന് ഹിന്ദിയിൽ പറയുന്നത്. പേട് പൗധോങ്കോ ദേഖ. ഫിർ അലഗ് അലഗ് रंगों के സുന്ദർ അല്ലേ, അലഗ് അലഗ് രംഗോं के സുന്ദർ ഫൂലോं को देखा. പിന്നെ എന്താണ് കാണുന്നത്? അലഗ് അലഗ് രംഗോं के, നല്ല വെറൈറ്റി ആയിട്ടുള്ള വേറെ നിറത്തിലുള്ള, രംഗ് എന്ന് വെച്ചാൽ എന്താ? നിറം, രംഗം എന്ന് വെച്ചാൽ നിറങ്ങൾ, നിറത്തിലുള്ള സുന്ദരമായിട്ടുള്ള ഫൂലോं को देखा, പൂക്കളെ കണ്ടു. उनके बाद बहती हुई नदी तालाब को देखा. അത് കഴിഞ്ഞിട്ടോ, ഉൻകെ ബാദ് എന്ന് വെച്ചാൽ ഉസ്കെ ബാദ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട്, ബഹത്തി ഹുയി ഒഴുകുന്ന, നദി താലാബ് കോ ദേഖ. താലാബ് എന്ന് വെച്ചാൽ എന്താണ്? കുളം. നദി എന്ന് വെച്ചാൽ നദി തന്നെയാണ്. താലാബ് എന്ന് വെച്ചാൽ കുളമാണ്. കുളങ്ങളെയും നദികളെയൊക്കെ ഒഴുകുന്നതായിട്ട് കണ്ടു. ബഹത്തി ഹുയി എന്ന് വെച്ചാൽ ഒഴുകുന്ന പുഴകളെയും നദികളെയും കുളങ്ങളെയൊക്കെ കണ്ടു. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സാത്തി കോ ബുലാന ഓർ മിൽക്കർ ഘോംസല ബനാന അല്ലേ. സാത്തി എന്ന് വെച്ചാൽ ആരാണ്? ഫ്രണ്ട്. ബുലാന എന്ന് വെച്ചാൽ വിളിക്കുക. ഓർ മിൽക്കർ, എന്നിട്ട് രണ്ടുപേരും കൂടി ചേർന്നിട്ട്, ഫ്രണ്ടിനെ വിളിച്ചിട്ട് രണ്ടുപേരും കൂടി ചേർന്നിട്ട് ഗോംസല ബനാന. ഗോംസല എന്താണ്? കൂടിനെയാണ് ഗോംസല എന്ന് പറയുന്നത്. ഗോംസല ബനാന, നിർമ്മിക്കുക. ബനാന എന്ന് വെച്ചാൽ നിർമ്മിക്കുക, കൂടുണ്ടാക്കുക. യഹാം ചിടിയാ കാ कौन सा മനോഭാവ് പ്രകട ഹോത്താ ഹെ അല്ലേ. കോൺസ ഏത് തരത്തിലുള്ള മനോഭാവമാണ് പ്രകട ഹോത്താ ഹെ അല്ലേ, പ്രകടമാകുന്നത് എന്നാണ് ചോദ്യം. നമുക്ക് നോക്കാം. इससे चिड़िया के गहरी दोस्ती और बच्चों के प्रति अपना उत्तरदायित्व പ്രകട ഹോത്താ ഹെ. എന്താ പറയുന്നത്? इससे ഇതുകൊണ്ട്, ചിടിയാക്കെ അല്ലേ, പക്ഷിയുടെ, ഗഹരി ദോസ്തി വളരെ ആഴത്തിലുള്ള സൗഹൃദവും, ഗഹരി എന്ന് വെച്ചാൽ ആഴത്തിലുള്ള, ദോസ്തി എന്ന് വെച്ചാൽ സൗഹൃദം, ഗഹരി ദോസ്തി വളരെ ആഴത്തിലുള്ള സൗഹൃദവും, ഓർ ബച്ചോं के പ്രതി പിന്നെ തൻ്റെ മക്കളോടുള്ള അപ്പന ഉത്തരദായിത്വം എന്ന് വെച്ചാൽ ഉത്തരവാദിത്വം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉത്തരവാദിത്വം प्रकट करता है, പ്രകടമാകുന്നു. इससे चिड़िया के गहरी दोस्ती और बच्चों के प्रति अपना उत्तरदायित्व प्रकट करता है. ഇതിൽ നിന്നും പക്ഷിയുടെ ആഴത്തിലുള്ള സൗഹൃദവും തൻ്റെ കുട്ടികളോടുള്ള ഉത്തരവാദിത്വവുമാണ് പ്രകടമാകുന്നത്. ഇനി നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാലോ. അടുത്തതാണ്. यहाँ रूरू के चरित्र की कौन सी विशेषता प्रकट होती है.
ഇവിടെ രൂരുവിൻ്റെ ചരിത്രം എന്ന് വെച്ചാൽ സ്വഭാവമാണ്, സ്വഭാവത്തിൻ്റെ കോൺസി വിശേഷത, ഏത് തരത്തിലുള്ള വിശേഷതയാണ് പ്രകടമാകുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് ആൻസർ? इससे हम समझ सकते हैं कि रूरू एक दयालु और सच्चे दिल वाला है. इससे ഇതിൽ നിന്നും ഹം സമജ് സക്തേ ഹേ കി, സമജ്ന എന്ന് വെച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്നു, നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതെന്നാൽ രൂരു ഏക്ക് ദയാലു, രൂരു ഒരു ദയാലു, ഭയങ്കര കൈൻഡായിട്ടുള്ളതും, ഓർ സച്ചേ ദിൽവാല ഹേ, സത്യസന്ധനായിട്ടുള്ള മനസ്സുള്ളവനുമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അപ്പോൾ ആ ചിടിയയുടെ കുട്ടികളെ വീണപ്പോൾ താഴെ നിലത്ത് കിടന്ന സമയത്ത് രൂരു ആണ് ഹെൽപ്പ് ചെയ്തത് അല്ലേ, തൻ്റെ അമ്മ കങ്കാരുവിൻ്റെ സഞ്ചിയിൽ കൊണ്ടുപോയി വെക്കാനും ഒക്കെ പറഞ്ഞത് രൂരു ആണല്ലേ. അപ്പോൾ രൂരു നല്ല ഒരു മനസ്സിനുടമയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അടുത്തത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ഒരു ആക്ടിവിറ്റിയാണ് കിസ്നെ കഹ അല്ലേ, ആരാണ് പറഞ്ഞതെന്ന് രേഖപ്പെടുത്താനാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് 3 ചിത്രം കാണാം അല്ലേ. ഒന്നാരുടെയാണ്, ഒരു ചിടിയയുടെ ചിത്രം കാണാം. രണ്ടാമത്തേത് രൂരു അമ്മ കങ്കാരുവിൻ്റെ സഞ്ചിയിൽ നിന്ന് എത്തി നോക്കുന്നത് കാണാം. പിന്നെ മൂന്നാമത്തേത് ഒരു അമ്മ കങ്കാരുവിനെയും കാണാം. അപ്പോൾ ഇവിടെ 3 സെൻറ്റൻസുകൾ തന്നിട്ടുണ്ട്. അപ്പോൾ അതാരൊക്കെയാണ് പറഞ്ഞതെന്ന് നിങ്ങളോട് അതിന് നേരെ, ആ ചിത്രത്തിന് നേരെ എഴുതാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ മേരാ കോയി ദോസ്ത് നഹി. ഫസ്റ്റത്തത് മേരാ കോയി ദോസ്ത് നഹി, എനിക്ക് സുഹൃത്തുക്കൾ ആരുമില്ല അല്ലേ. ബാഹർ ജാക്കർ ദോസ്ത് ബനാവോ, പുറത്ത് പോയി ഫ്രണ്ട്സിനെ ഉണ്ടാക്കിക്കോ. മേരാ ഗോംസല ബിഖർ ഗയ അല്ലേ, എൻ്റെ കൂട് മൊത്തം നാശമായി പോയി. അപ്പോൾ ഫസ്റ്റത്തെ കാര്യം ആരാണ് പറയുന്നത്? മേരാ കോയി ദോസ്ത് നഹി എന്ന് ആരാണ് പറയുന്നത്? അമ്മ കങ്കാരുവിൻ്റെ വയറ്റിലിരിക്കുന്ന സഞ്ചിയിലിരിക്കുന്ന സമയത്ത് ആര് പറയുന്നു? നമ്മുടെ രൂരു പറയുന്നതാണല്ലേ. അപ്പോൾ ഫസ്റ്റത്തത് ഇങ്ങോട്ടേക്കാണല്ലേ വരിക. പിന്നെ എന്താണ്? ബാഹർ ജാക്കർ ദോസ്ത് ബനാലോ, അതാരാണ് പറയുന്നത്? അമ്മ കങ്കാരുവാണ് പറയുന്നത് അല്ലേ. അത് രണ്ടാമത്തത് ഇവിടെയാണ് വരിക അല്ലേ. ഇനി മൂന്നാമത്തേത് മേരാ ഘോംസല ഗിർഗയ എന്ന് പറയുന്നത് ആരാണ്? മേരാ ഘോംസല ഗിർഗയ എന്ന് പറയുന്നത് ചിടിയ. അപ്പോൾ ചിടിയയാണ് വരുന്നത്. അപ്പോൾ ഇത് 3 പറഞ്ഞത് ആരൊക്കെയാണെന്ന് മനസ്സിലായല്ലോ. ആക്ടിവിറ്റി എന്താണ്? അമ്മക്ക് പാസ് പഹൂഞ്ചായേ അല്ലെ, അമ്മയുടെ അടുത്തേക്ക് എത്തിക്കാനാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ താഴെ മക്കളുണ്ട്, അപ്പോൾ മക്കളെ അമ്മയുടെ അടുത്തേക്ക് എത്തിക്കാനാണെന്ന് പറയുന്നത്. അപ്പോൾ രൂരുവിനെ എവിടെ എത്തിച്ചിട്ടുണ്ട്? കങ്കാരുവിൻ്റെ അടുത്ത് എത്തിച്ചിട്ടുണ്ട്. ഇനി അടുത്ത് ചൂസ എന്ന് വെച്ചാൽ എന്താണ്? കോഴിക്കുട്ടി എവിടേക്കാന്ന് പോവാം? ഇങ്ങോട്ടേക്കാണല്ലോ പോവാം, കോഴിയുടെ അടുത്തേക്ക് പോകും. അപ്പോൾ എന്നിട്ട് ഇവിടെ ചൂസ എന്ന് എഴുതണം കേട്ടോ. ഇനി എന്താണ് വേണ്ടത്? ബിലോട്ട അല്ലേ. ആരുടെ കുട്ടിക്കാണ് ബിലോട്ട എന്ന് പറയുന്നത്? പൂച്ചക്കുട്ടിക്കാണ് ബിലോട്ട എന്ന് പറയുന്നത്. അപ്പോൾ പൂച്ചയുടെ അടുത്തേക്ക് എത്തിക്കണം. എന്നിട്ട് ഇവിടെ ബിലോട്ട എന്ന് എഴുതണം കേട്ടോ. ഇനി എന്താണ്? പിള്ള അല്ലേ. പിള്ള എന്ന് പറയുന്നത് ആർക്കാണ്? പട്ടിക്കുട്ടിക്കാണ് പിള്ള എന്ന് പറയുന്നത്. അപ്പോൾ പട്ടിക്കുട്ടീൻ്റെ അടുത്ത്, അമ്മയുടെ അടുത്ത് എത്തിക്കണം. അവിടെ എന്ത് ചെയ്യണം? പിള്ള എന്ന് എഴുതി വെക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് എല്ലാവരെയും അമ്മേൻ്റെ അടുത്തേക്ക് എത്തിക്കണം. അപ്പോൾ ചൂസ എന്ന് പറയുന്നത് ആരുടെ കുട്ടിയാണ്? കോഴിയുടെ കുട്ടീനെ ചൂസ എന്ന് പറയുന്നു. ബിലൗട്ട എന്ന് പറയുന്നത് ബില്ലി കാ ബച്ച ഹെ അല്ലേ, പൂച്ചയുടെ കുട്ടീനെ ബിലോട്ട എന്ന് പറയുന്നു. അപ്പോൾ കങ്കാരുവിൻ്റെ കുട്ടീനെ ജോയ്സ് എന്ന് പറയുന്നു. പിള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ പട്ടിക്കുട്ടിക്കാണ് പിള്ള എന്ന് പറയുന്നത്. അപ്പോൾ ഈ പേരുകൾ മക്കൾ പഠിച്ചു വെക്കണം കേട്ടോ, അമ്മമാരുടെയും മക്കളുടെയൊക്കെ പേര്. അടുത്തത് പെഹച്ചാനെ ക്രമ ലിഖെ അല്ലേ, മനസ്സിലാക്കിയിട്ട് ക്രമത്തിൽ എഴുതാനാണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇവിടെ ഒന്ന് തന്നിട്ടുണ്ടല്ലേ,
രൂരു ഏക്ക് കങ്കാരു കാ ബച്ചാ ഹെ. അല്ലെ, ഈ കഥയിലുള്ള സംഭവങ്ങൾ ക്രമം തെറ്റിച്ചിട്ട് തന്നിട്ടുണ്ട്. അതൊന്ന് ക്രമത്തിലാക്കിയിട്ട് വെക്കാനാണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് എന്താ തന്നിരിക്കുന്നത്? രൂരു കാ കോയി ദോസ്ത് നഹീ താ. രൂരുവിന് ഒരു ഫ്രണ്ട്സും ഉണ്ടായിരുന്നില്ല. രൂരു ചിടിയാക്കെ പീച്ചെ ചൽപ്പട. രൂരു പക്ഷിയുടെ പിന്നാലെ തന്നെ പോയി. അമ്മീനെ ചിടിയാക്കെ ബച്ചേക്കോ ജേബ് മേ രഖ് ലിയ. അമ്മ കങ്കാരു എന്ത് ചെയ്തു? പക്ഷിക്കുട്ടികൾ എന്ത് ചെയ്തു? ജേബ് മേ രഖ് ലിയ, തൻ്റെ സഞ്ചിയിൽ സുരക്ഷിതമായി വെച്ചു. രൂരു അമ്മയ്ക്ക് ജേബ് സെ സിർ നിക്കാല. രൂരു അമ്മ കങ്കാരുവിൻ്റെ സഞ്ചിയിൽ നിന്ന് തല പുറത്തേക്കിട്ടു. ചിടിയാനെ രൂരുക്കോ ഗാന സിക്കാദിയ. ചിടിയ പക്ഷികൾ രൂരുവിനെ എന്ത് പഠിപ്പിച്ചു കൊടുത്തു? ഗാന, അല്ലേ, പാട്ട് പഠിപ്പിച്ചു കൊടുത്തു. ബച്ചെ ജമീൻ പർ ബേഹാൽ പടേത്തെ. കുട്ടികൾ തറയിൽ ആകെ വീണ് കിടന്നിരുന്നു, അവശരായി വീണ് കിടന്നിരുന്നു. രൂരു ഏക്ക് കങ്കാരു കാ ബച്ചാത്ത. രൂരു ഒരു കങ്കാരുവിൻ്റെ കുട്ടിയായിരുന്നു. ഇതിലേതാണ് ഫസ്റ്റ് വരുന്നത്? ഫസ്റ്റ് വരുന്നത് നമുക്ക് തന്നിട്ടുണ്ടല്ലേ, രൂരു ഏക്ക് കങ്കാരു കാ ബച്ചാത്ത. ഇനി അടുത്തത് ഏതാണ് വരിക ഇതിൻ്റെ അകത്ത്? ഫസ്റ്റ് വൺ രൂരു കങ്കാരു കാ ബച്ചാത്ത, ഇതാണ് ഒന്നാമത്തെ അല്ലേ. ഈ രണ്ടാമത്തെ ഏതാണ്? രൂരു കാ കോയി ദോസ്ത് നഹീ താ, അല്ലേ, രൂരുവിന് ഒരു ഫ്രണ്ട്സും ഉണ്ടായിരുന്നില്ല. പിന്നെ രൂരു അമ്മയ്ക്ക് ജേബ് സെ സിർ നിക്കാല, അത് മൂന്നാമത്തതാണ്. പിന്നെ തല പുറത്തേക്കിട്ടു. പിന്നെ എന്താണ്? ചിടിയാനെ ബച്ചെ ജമീൻ പർ ബേഹാൽ പടേത്തെ, അത് നാലാമതല്ലേ. കുട്ടികൾ നിലത്ത് വീണ് അവശരായിട്ട് കിടക്കുമായിരുന്നു. രൂരു ചിടിയാക്കെ പീച്ചെ ചൽപ്പട, അല്ലേ. പിന്നെന്ത് ചെയ്തു? രൂരു പക്ഷിയുടെ പിന്നാലെ തന്നെ പോയി. അമ്മീനെ ചിടിയാക്കെ ബച്ചേക്കോ ജേബ് മേ രക്കാത്ത, അല്ലേ. അമ്മക്കങ്കാര് എന്ത് ചെയ്തു? പക്ഷിക്കുട്ടികളെ തൻ്റെ സഞ്ചിയിൽ വെച്ചു. അത് ആറാമത്തേത്. പിന്നെ ഏഴാമത്തേത് ഏതാണ് വരിക? ചിടിയാനെ രൂരുക്കോ ഗാന സിക്കാരി, അല്ലേ. പക്ഷികൾ രൂരുവിനെ പാട്ട് പഠിപ്പിച്ചു കൊടുത്തു. അടുത്തത് ബാത്ചീത്ത് ആകെ ബഡായെ. ബാത്ചീത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭാഷണമാണ്, കോൺവെർസേഷൻ. അപ്പോൾ ഈ സഞ്ചിയിലിരുന്ന അനുഭവത്തെക്കുറിച്ച് ആരാണ്? ചിടിയെ തൻ്റെ ഫ്രണ്ട്സിനോട് പറയുന്ന ആ കോൺവെർസേഷൻ എഴുതാനാണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ആരാണ് ചോദിക്കുന്നത്? ഹാത്തി, അല്ലേ, ആനയാണ് ചോദിക്കുന്നത്. കങ്കാരുക്ക് ജിമ്മെ കേസ രഹ, അല്ലേ, കങ്കാരുവിൻ്റെ സഞ്ചിയിലിരിക്കുമ്പോൾ എന്താണ് തോന്നിയത്? നല്ല സുഖമുള്ളതായിരുന്നോ? ചിടിയ പറയാണ്, പക്ഷി പറയാണ് ബഹുത് അച്ചാത്ത, വളരെ നന്നായിരുന്നു, അല്ലേ. മേണ്ടക്ക്, അപ്പോൾ തവള. അടുത്തത് ആരാണ് ചോദിക്കുന്നത്? തവള ചോദിക്കുകയാണ് മേണ്ടക്ക്. വഹാ തും അക്കേലേ താക്യാ, അല്ലേ, നീ അവിടെ ഒറ്റക്കായിരുന്നു താമസിച്ചിരുന്നത്? അപ്പോൾ ചിടിയ പക്ഷി പറയാണ് നെഹി, അല്ല, ഹം സബ് ഏക് സാത്ത് രഹത്തെ थे, അല്ലേ, നമ്മളെല്ലാവരും ഒരുമിച്ചിട്ടാണ് താമസിച്ചിരുന്നത്. അപ്പോൾ ബാലു പറയാണ് കോൺ കോൺട്ടെ, ആരൊക്കെയാണ് ഉണ്ടായിരുന്നത്? ബാലു എന്ന് പറയുന്നത് കരടിയാണ്. ബാലു ചോദിക്കുകയാണ്, കരടി ചോദിക്കുകയാണ് കോൺ കോൺട്ടെ, ആരൊക്കെയാണ് ഉണ്ടായിരുന്നത്? ചിടിയ പറയാണ്, പക്ഷി പറയാണ് മേരെ ബച്ചെ ഓർ രൂരു നാം കെ ദോസ്ത് ഭീ थे, എൻ്റെ കുട്ടികളും പിന്നെ രൂരു എന്ന പേര് ഉള്ള കങ്കാരുവിൻ്റെ കുട്ടിയായ നമ്മളെ സുഹൃത്തായിട്ടുള്ള രൂരു എന്ന പേരുള്ളൊരു ആളും കൂടി ഉണ്ടായിരുന്നു.